വയനാട് മേപ്പാടിയിൽ പിറന്നാൾ ആഘോഷത്തിനിടെ മിഠായി കഴിച്ച 11 മദ്രസ വിദ്യാർത്ഥിനികൾ ആശുപത്രിയിൽ. തലകറക്കവും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് വിദ്യാർത്ഥിനികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മിഠായി വാങ്ങിയ ബേക്കറിയിൽ ഭക്ഷ്യവകുപ്പ് പരിശോധന നടത്തുന്നു. രതീഷ് വാസ്തുണ്ട്. രതീഷ്, പരിശോധനയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ വേണം. ഒപ്പം തന്നെ കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെയാണ്? സേതുലക്ഷ്മി, കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രാവിലെ 8:30യോടെയാണ് കുട്ടികൾ ഒരു പിറന്നാളിന്റെ ഭാഗമായി 50ഓളം മിഠായികൾ സമീപത്തെ മേപ്പാടി ടൗണിൽ തന്നെയുള്ള ഒരു ബേക്കറിയിൽ നിന്ന് മിഠായികൾ വാങ്ങിയത്. ഈ മിഠായിക്ക് എന്തെങ്കിലും ഈ ഗുരുതരമായ ഭക്ഷ്യ പ്രശ്നങ്ങൾ ഉള്ളതാണോ എന്നുള്ള തരത്തിലുള്ള സംശയങ്ങളെ തുടർന്നാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്ക് ശേഷമേ അത്തരം വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. എന്തായാലും പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ കുട്ടികൾ വാങ്ങിയ മിഠായികൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും കുട്ടികൾക്ക് ഇപ്പോൾ ആരോഗ്യ പ്രശ്നം ഗുരുതരമല്ല. ഭക്ഷ്യവിഷബാധയാണോ എന്ന തരത്തിൽ പറയാനും ആയിട്ടില്ല എന്നാണ് ആരോഗ്യ വകുപ്പ് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. രാവിലെ ഈ മിഠായി കഴിച്ചതിലുള്ള ഗ്യാസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമാകാം. അപ്പോൾ തന്നെ വേദനയുണ്ട്. ഈ മിഠായി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഈ സുലഭമായി ലഭ്യമാകുന്ന ബേക്കറികളിലൊക്കെ സാധാരണ ലഭിക്കുന്ന ഏതെങ്കിലും മിഠായി ആണോ, അതോ അല്ലാതെ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നതോ ആ ടൈപ്പ് എന്തെങ്കിലും മിഠായി ആണോ? അത്തരത്തിലാണ് പ്രാഥമികമായി നമ്മൾ അത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഒരു എക്ലെയർ വിഭാഗത്തിൽപ്പെട്ട മിഠായിയാണ്. അതെന്തായാലും ഇന്ത്യയിൽ നിർമ്മിക്കുന്നതല്ല എന്ന് തന്നെയാണ് മനസ്സിലായിട്ടുള്ളത്. ഇത്തരം ധാരാളം മിഠായികൾ ഇത്തരം ബേക്കറികളിൽ ഭക്ഷ്യപരിശോധന ഇല്ലാതെ, സുരക്ഷാ പരിശോധന ഇല്ലാതെ വയ്ക്കുന്നതിന് ആക്ഷേപം നിലവിലുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ഈ മിഠായി ഉൾപ്പെടെ പരിശോധിക്കാൻ ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ പരിശോധനയ്ക്ക് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. എന്തായാലും അത്തരം വിവരങ്ങൾ ഇനി കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ വരുള്ളൂ. എന്തായാലും ഇപ്പോൾ കുട്ടികൾക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമല്ല. എന്താണെന്ന് പരിശോധിക്കും. മറ്റ് ഗുരുതരമായ ബാധ ഉണ്ടായോ എന്നതിനെ സംബന്ധിച്ച് പ്രാഥമികമായി ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നില്ല. എന്തായാലും കുട്ടികളെ ഉൾപ്പെടെ ഇപ്പോൾ 14 കുട്ടികളാണ് ആദ്യഘട്ടത്തിൽ വന്നത്. രാവിലെ ഈ മിഠായി കഴിച്ച മുഴുവൻ കുട്ടികളെയും വീടുകളിൽ നിന്ന് ആരോഗ്യ പരിശോധനയ്ക്ക് അധികൃതർ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പം നിലവിൽ ആശങ്കയ്ക്ക് വകയില്ല, പ്രശ്നങ്ങളില്ല പ്രത്യക്ഷത്തിൽ എന്നാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ നമുക്ക് നൽകുന്ന വിവരങ്ങൾ. ഓക്കെ, ശരി രതീഷ്. കുട്ടികളുടെ ആരോഗ്യനിലയിൽ വലിയ കുഴപ്പമില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം. നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന മിഠായിയാണ് കുട്ടികൾക്ക് ഭക്ഷ്യ വിഷബാധ ഉണ്ടാക്കിയ മിഠായി. നമ്മൾ ഈ സാധാരണ വിചാരിക്കും ഹോട്ടലിൽ നിന്ന് നമ്മൾ മറ്റ് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോഴാകും ഈ ഭക്ഷ്യ വിഷബാധയൊക്കെ അടിക്കുകയെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഏതിലൂടെ വേണമെങ്കിലും ഇങ്ങനെ ഇത്തരത്തിലുള്ള ഫുഡ് പോയ്സൺ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ മിഠായി കഴിച്ച കുട്ടികളാണ് ഇപ്പോൾ വയറുവേദനയും ഛർദിയും തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രതീഷ് വാസുദേവൻ വയനാട്ടിൽ നിന്ന്.